ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിതാ നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ തമ്പനയിൽ പറഞ്ഞ പോലെ നമ്മളെ നോമ്പൊക്കെ ഇവിടെ അടുത്തെത്തി തുടങ്ങിയില്ലേ. അപ്പോൾ എല്ലാവരും അതിൻ്റെയൊക്കെ ഓരോരോ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനി ഏകദേശം ഒരു മാസമൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ, റമളാനൊക്കെ ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള നമ്മൾ ചില ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാ രാവിലെ എണീക്കാനൊക്കെ വൈകിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലാവുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ, നേരം കാലമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ 10 മണിയാവും, ചിലപ്പോൾ 9 മണിയാവും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ 9:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റ് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് ദിവസം മുന്നേ തേങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓലയും മടലും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കി നമ്മളെ വീട്ടിൽ പണ്ട് താമസിച്ചിരുന്നോണ്ട് കേട്ടോ, വാടകയ്ക്ക് നിന്നിരുന്നവരായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുത്തിട്ട് അപ്പോൾ അവർ ഇനി വെണ്ണൂറൊക്കെ ആക്കിയിട്ട് പിന്നെ തെങ്ങൊക്കെ തുറക്കണ കാലത്ത് വെണ്ണൂറൊക്കെ ആക്കി കൊടുന്നു കൊടുക്കട്ടെ. അപ്പോൾ ചകിരിപ്പൊളിയും പിന്നെ ഓലയും ഇതൊക്കെ വണ്ടിയിലൊക്കെ ഇങ്ങനെ ആക്കി നോക്കി നിന്ന്. അപ്പോൾ അവരെ കണ്ടിട്ട് ഞാൻ ഒരുപാടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരടുത്ത് വർത്താനം പറഞ്ഞിരുന്നു. ഒക്കെ കഴിഞ്ഞ് സമയം പോയതറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ എനിക്കിന്നിപ്പോൾ മോളും മല്ലിയും ഒക്കെ ഉണക്കാനുള്ളതാണെന്നുള്ള കഴുകി ഉണക്കാനുള്ളതാണെന്നുള്ള ഒരു ഓർമ്മ എൻ്റെ മൈൻഡിൽ കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ആകെ കൂടെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കണ്ട് വർത്താനം പറഞ്ഞ് ഇന്നിപ്പോൾ സമയം പോയതറിഞ്ഞില്ല. അപ്പോൾ പിന്നെ അവരൊക്കെ പോയിൻ്റെ ശേഷം കേട്ടോ അപ്പോൾ ഞാനും ഇതാ നമ്മളെ പണിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ സമയം ഒരു 10:30 ആയിട്ട് ഇവിടെ 10:30 9:30 ഒക്കെ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ നല്ല വെയിലുണ്ടാവും കേട്ടോ. ഇവിടെ മുറ്റത്താണെങ്കിലും പുറത്താണെങ്കിലും നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ കൊടിഞ്ഞിന്ന് വന്നപ്പോൾ പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള മുളകും മല്ലിയും പച്ചരിയും എല്ലാം കൂടി ഏറ്റവും ഇങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഏതായാലും വീട്ടിലേക്ക് 4 ദിവസത്തിന് നിൽക്കാൻ പോരില്ല. അപ്പോൾ പോരുമ്പോൾ പിന്നെ ഇവിടെ ആണെങ്കിൽ നല്ല വെയിലും ഇതൊക്കെ ഉള്ള ഇതുമാണ്. നമുക്കാണെങ്കിൽ അവിടെ ഇല്ലാത്തതും അതുമാണ് കേട്ടോ, വെയിലാണ് കേട്ടോ ഇല്ലാത്തതും. അപ്പോൾ ഏതായാലും പിന്നെ ഏതായാലും 4 ദിവസത്തിന് വരില്ല വിചാരിച്ചിട്ട് അങ്ങനെ ഇതെല്ലാം കൂടി ഏറ്റാണ്ട് പോകുന്നത്. നമ്മളിവിടെ ഏതായാലും വെറുതെ കുത്തിർക്കല്ല. അപ്പോൾ പിന്നെ ഈ ഒരു പരിപാടി നടന്നും ചെയ്തോളും. അങ്ങനെ അതൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ അതൊക്കെയാണ് അരി കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെയാണ് അരി നല്ലോണം ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ട് നമ്മൾ അരി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ റമളാനിക്കായിരുന്നു പിന്നെ ഇത് മുളകും മഞ്ഞളും മല്ലിയൊക്കെ പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇപ്പം ഈ ഒരു മാസത്തിൽ തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞൊല്ലും പിന്നെ ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു കൊല്ലമൊക്കെ ആയപ്പോഴത്തേന് നമ്മളെ മുളകും മഞ്ഞളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ 2 കിലോ മുളക് 2 കിലോ മല്ലി അങ്ങനെ ആ ഒരു ഇതിലായാലും നമുക്ക് പിന്നെ കറക്റ്റ് പിന്നത്തെ റമളാനക്ക് നോക്കിയാൽ മതി കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ ഇതിങ്ങനെയാണ് റെഡിയാക്കി വെച്ചാൽ ഒരു സമാധാനമാണ്. ഇനിയിപ്പോൾ ഒരു കൊല്ലത്തേക്ക് നോക്കേണ്ട ഒരാവശ്യം വരില്ല കേട്ടോ. അപ്പം ഇനി ഏതായാലും നമ്മളും മുളകും മഞ്ഞളും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കല്ലേ വിചാരിച്ചപ്പോൾ ആ കൂട്ടത്തിൽ പിന്നെ പച്ചരി ഒന്ന് റെഡിയാക്കി എടുക്കുക. പൊടിയാണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഉണ്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏതായാലും അരി കഴുകിയാണ്ട് ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ളം വാരാനും വേണ്ടി. പിന്നെ അരി കഴുകിയ വെള്ളം ഞാനിതൊക്കെയാണ് പിന്നെ കവുങ്ങിൻ്റെയും ജാതിക്കൻ്റെയും ഒക്കെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളത്തിന് ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ, വെള്ളം കുറവുള്ള സ്ഥലമാണ്. പക്ഷേ മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് നമുക്കിപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല. എന്നാലും വെള്ളം ഒഴിവാക്കുക എന്ന് പറയുന്നത് ഉമ്മാക്കൊക്കെ ഭയങ്കര ബേജാറുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ വെള്ളങ്ങളൊന്നും ഒഴിവാക്കുക കളിയില്ല. പിന്നെ ഇതാണെങ്കിൽ നല്ല പിന്നെ ഫലമുള്ള വെള്ളമാണ് കേട്ടോ. അരിയൊക്കെ കഴുകിയ വെള്ളമൊക്കെ ഇങ്ങനെ പിന്നെ ചെടികൾക്കാണെങ്കിലും പച്ചക്കറിക്കും ഇങ്ങനെ തൈനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതുമാണ്. അപ്പോൾ ഏതായാലും നമ്മളെ വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മൾ മുളകും മഞ്ഞളും അരിയും ഒക്കെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുറ്റത്ത് നല്ല വെയിലാണ് കേട്ടോ, കണ്ടില്ല. ഇവിടെ ഇത് ഇപ്പോൾ നമ്മളെ തറവാട് വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അമ്മായിയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ മുറ്റത്തൊക്കെ നല്ല വെയിലാണ്. പക്ഷേ കോഴിക്കളടിയിൽ
നമുക്ക് ചിക്കൽ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ട. അപ്പം ഉമ്മ പറഞ്ഞ് നമുക്ക് പീടിയേൻ്റെ മേലെ കൊണ്ടുപോയിടാന്ന്. അപ്പോൾ നമ്മളെ പീടിയാണ് ട്ടാ കാണുന്നത്, നമ്മളെ വീടിൻ്റെ മുന്നിലുള്ള പീടിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിടാൻ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഉമ്മ അടയ്ക്കും കുരുമുളകും ഒക്കെ ചിക്കി ഞമ്മൻ്റെ മേലെ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ ഏതായാലും അമ്മായിൻ്റെ വീടിൻ്റെ മുന്നിലുള്ള പീടിയേൻ്റെ അവിടെ അതിൻ്റെ മേലെ കൊടുന്നിടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അതിൻ്റെ മേലെ കൊടുന്നിടുകയാണ്. അപ്പോൾ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ നേരം എന്ന് പറഞ്ഞത് 10:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. പിന്നെ കുറച്ച് പണിയുണ്ട് കേട്ടോ ഈ ഒരു വെയിലത്ത് പിന്നെ ചിക്കൻ എടുക്കാൻ. അപ്പോൾ നമുക്ക് നേരത്തെ ഇറങ്ങണതാണ് ഇങ്ങനത്തെ പണിക്കൊക്കെ നല്ലത്, വെയിലൊക്കെ വരണതിൻ്റെ മുന്നേ. പക്ഷേ ഞാൻ എണീക്കാനും നേരെ വൈകി, പിന്നെ ആണെങ്കിൽ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്ന്. അപ്പോൾ കുറച്ച് പണിയുണ്ട് കേട്ടോ ചിക്കൻ. പിന്നെ അതൊക്കെ ഉമ്മാക്ക് കുറച്ച് തേങ്ങ പിന്നെ ചെത്തിയതുണ്ട് കേട്ടോ ചിക്കൻ. അപ്പോൾ ഉമ്മ അതൊക്കെ അതവിടെ ചിക്ക് റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഞാനും കുറേ ചിക്കിയൊക്കെ റെഡിയാക്കി, പിന്നെ ബാക്കി സെറ്റാക്കി തന്നത് ഉമ്മയാണ് കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോയൊക്കെ ഇന്ന് എടുത്ത് തരുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ അവളും പിന്നെ രസമായിട്ട് എൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട് ഇത് കൊണ്ടുപോയി പിന്നെ വെച്ചരാനൊക്കെ. പിന്നെ അതൊക്കെ കഴുകലും കാര്യങ്ങളൊക്കെ പിന്നെ ഞാനാണ്ട് തീർത്ത്. പിന്നെ അതൊക്കെ ചിക്കലൊക്കെ അതൊക്കെ പിന്നെ ഉമ്മ ഉണ്ട് മുഴുവനാക്കി തന്നത്. എനിക്ക് വെയിലോടോടെ നിൽക്കാൻ വയ്യ, വേഗം തല കറങ്ങുക. അപ്പോൾ പിന്നെ ഞാൻ ചിക്കാൻ നിന്നില്ല, പിന്നെ ബാക്കി ഉമ്മ ചിക്ക് റെഡിയാക്കി തന്നത്. അപ്പോൾ എല്ലാവരും റമളാനിക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് താഴെ കമൻറ്റിലൂടെ അറിയിക്കട്ടെ. എല്ലാവരും നനച്ചുള്ളി പണിയൊക്കെ തുടങ്ങിയല്ലേ എന്നുള്ളത്. ചിലർ ഒരു മാസം മുന്നേ തന്നെ തുടങ്ങും, ചിലർ നോമ്പിൻ്റെ ഒരു 10 ദിവസം മുന്നേ തുടങ്ങും. അങ്ങനെയൊക്കെ തുടങ്ങണവരുണ്ടല്ലേ. ഞാനും അങ്ങനെയാണ് കേട്ടോ. നോമ്പിൻ്റെ ഒരു 10 ദിവസം മുന്നെയാണ് പിന്നെ നനച്ചുള്ളി പണിയൊക്കെ തുടങ്ങുക. എന്നാലാണ് നമുക്ക് തുടങ്ങിയ ഒരു കാര്യം കിട്ടുള്ളൂ. ഒരു മാസം മുന്നേ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നോമ്പിൻ്റെ തലേന്ന് പിന്നെ ഒന്നും കൂടി ക്ലീൻ ആക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ നനച്ചുള്ളിപ്പണിയൊക്കെ നമ്മളെ പിന്നെ നോമ്പിൻ്റെ ഒരു 10 ദിവസം മുന്നെയാണ് കേട്ടോ തുടങ്ങുക. അങ്ങനെ തുടങ്ങിയാലാണ് എനിക്കൊരു സമാധാനമുള്ളൂ. മറ്റത് പിന്നെയും പിന്നെ പൊടി ഇതൊക്കെ പാറി, ഈ വേനൽക്കാലം അല്ലേ, അപ്പോൾ നല്ലോണം പൊടിയൊക്കെ പാറി പിന്നെ വീണ്ടും എരപ്പാവും. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ മഞ്ഞൾ കഴുകാനും മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെ കഴുകിക്കാണ്ട് ഇതൊക്കെ നമ്മൾ മുറ്റത്ത് ചിക്കൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുറ്റത്ത് കണ്ടില്ലേ നല്ല വെയിലാണ്. അപ്പോൾ മോൻ്റെ കുരുത്തകേട് കണ്ടില്ലേ. അപ്പോൾ ഓൻ ഓരോരോ ഇത് പറഞ്ഞുകാണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ നല്ല വെയിലത്തുനിന്ന് വരില്ല. അപ്പോൾ ഉമ്മ പിന്നെ ലൈമൊക്കെ കലക്കി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കാട്ടിയും ദാഹം മോനക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഇവിടെ ഒരാൾ ഇതൊക്കെ നല്ല ഊഞ്ഞാലാട്ടത്തിലാണ്. പിന്നെ നമ്മൾ പിന്നെയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും പിന്നെ എടുക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ചോറ് വയ്ക്കാനുള്ള തിരക്കിലായിരുന്നു. നമ്മളിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മൻ്റെ കുക്കിംഗ് പരിപാടിയൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ തീർത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ചായ പരിപാടിയൊന്നും പിന്നെ എടുക്കാൻ പറ്റില്ല. ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ പിന്നെ 9:30 ഒക്കെ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിന് ഉമ്മാൻ്റെ ഒരു പണിയൊക്കെ ഒരുവിധമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഏതായാലും ഇതാ ചോറ് വയ്ക്കാനൊക്കെ വേണ്ടി നിൽക്കുകയായിരുന്നു അന്നത്തെ ഒരു ദിവസം കേട്ടോ. പിന്നെ നമ്മളിതാ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ അടുത്ത ദിവസം കേട്ടോ. അടുത്ത ദിവസം നമ്മൾ അന്ന് വൈകി ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ മുളക് ശരിക്കും ഇട്ട് ഉണങ്ങിയിട്ടില്ല. പച്ചരിയൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിൻ്റെ മേലെ നല്ലോണം വെയിൽ ചൊയ്ക്കോ വിചാരിച്ചിട്ട് ഞാൻ നല്ലൊരു ബെഡ്ഷീറ്റ് എൻ്റെ വിരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നല്ലോണം പച്ചരി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മുളക് അത്രയ്ക്ക് തന്നെയാണ്ട് ഉണങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത്തെ ദിവസം പിന്നെ വെയിലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വെയിലത്തുനിന്ന് ഒരു ചൂടോട് കൂടി പിന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അകത്ത്. ഇനിയിപ്പോൾ ഇതാ കറിവേപ്പില എടുക്കാൻ വേണ്ടി വന്നിക്കുകയാണ് കേട്ടോ, നമ്മൾ മല്ലി വറുക്കാനും വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഉമ്മാനോട് കറിവേപ്പില ഉണ്ടാവശ്യം ആദ്യം ഇല്ല എന്നോട് നുണ പറഞ്ഞിട്ടാ. അപ്പോൾ എന്താണ് ഉമ്മാൻ്റെ അടുത്ത് ആകെ ഈ കാണുന്ന മരമുള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര വേദനയാണ് ഉമ്മക്ക് കറിവേപ്പിനെല്ലാം എടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതുമ്മ എടുക്കാണ്ട് അങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ മരം ഒന്ന് വലുതായി കിട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്താ അധികം ഇടാൻ ഞാൻ രസമില്ലല്ലോ അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മൾ അടുത്ത വീട്ടിൽ നല്ല കറിവേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ വീട്ടിൽ ആളില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഉമ്മ പിന്നെ ഏതായാലും പറഞ്ഞ്, ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം, അപ്പോഴാണ് പിന്നെയും ഇങ്ങനെ വലുതായി വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞ് എന്നാൽ പിന്നെ എടുത്താന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ ഞാൻ പിന്നെ പിന്നെ ഇളയ ഇലയാണ് ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിമത്തെ മൂത്ത ഇല നോക്കിക്കാണ്ട് അങ്ങനെ കറിവേപ്പിലൊക്കെ എടുത്തപ്പോൾ പിന്നെ ഞാൻ കൊമ്പോടുക്ക കേട്ടോ ഒടിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒടിച്ചു കൊടുക്കണം എന്നാണ് പറയാറ്. പിന്നെ ഇപ്പോൾ കണ്ടത് നമ്മളെ കോയിൽ കിണറാണ് കേട്ടോ. നമ്മൾ കിണറുണ്ട് നമുക്ക് മുറ്റത്ത്, പക്ഷേ വെള്ളം കുറവുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ കോയിലടിച്ചതായിരുന്നു. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്.
അപ്പോൾ പിന്നെ ഉമ്മ ജാതിക്കമരൊക്കെ പണ്ട് പിന്നെ കൊടിഞ്ഞിന്ന് കൊടുന്നതായിരുന്നു, കൊടിഞ്ഞിത്തമ്മ കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വലുതായതൊക്കെ എനിക്കിങ്ങനെ കാണിച്ചു തരികയാണ്. അപ്പോൾ ഏതായാലും മല്ലിയൊക്കെ ഉമ്മ വറുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ മഞ്ഞൾ ഇതൊക്കെ വെയിലത്തുനിന്ന് എടുത്ത് കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലി വറുക്കണ്ടേക്ക് കുറച്ച് മഞ്ഞളും കൂടി ചേർക്കും. അപ്പോൾ എനിക്ക് മല്ലി വറുക്കുക എന്നുള്ള പരിപാടി വലിയ പരിചയമൊന്നുമില്ല, അറിയാം, നമ്മളങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇങ്ങനെ കഴുകി കൊടുക്കും, ഉണക്കി റെഡിയാക്കി കൊടുക്കും എന്നല്ലാണ്ട് പിന്നെ മല്ലി വറുത്ത് നോക്കിയിട്ടില്ല കേട്ടോ. സംഭവം അറിയാം, വറുത്ത് നോക്കിയിട്ടില്ല. അവിടെ കൊടിഞ്ഞിട്ട് ഉമ്മയാണ് ചെയ്തു തരല്. പിന്നെ ഏതായാലും ഉമ്മ പറഞ്ഞ് ഞാൻ വറുത്ത് റെഡിയാക്കി തരാം, നീ അത് വറുത്തുകാണ് കൊളാക്കാൻ നിൽക്കണ്ടല്ല എന്ന് പറഞ്ഞു കണ്ട് നിൽക്കണം. പിന്നെ ഉമ്മ കേട്ടോ വറുത്ത് തരുന്നത്. അപ്പോൾ നിൽക്കണ ഒരു പ്ലേറ്റ് പിന്നെ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പിന്നെ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, മഞ്ഞൾ, പിന്നെ നമ്മൾ മഞ്ഞൾ ചേർത്ത് കൊടുക്കും. ഇവിടെ കൊടിഞ്ഞിത്തമ്മ മഞ്ഞൾ ചേർത്ത് കൊടുക്കും കേട്ടോ. പക്ഷെ ഉമ്മ മഞ്ഞൾ ചേർത്ത് കൊടുക്കലില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പിന്നെ ഞങ്ങൾ ചേർത്ത് കൊടുക്കലുണ്ട്. അവിടെ കൊടിഞ്ഞിയിൽ മഞ്ഞളൊക്കെ ചേർത്തിട്ടാണ് മല്ലി വറുത്തെടുക്കുക. അപ്പം മല്ലിയല്ല, എന്താ പറയുക, പെരിഞ്ജീരകം കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. ഒരു പാക്കറ്റേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ പിന്നെ ഇവിടെ ഉമ്മാൻ്റെ അടുത്തുള്ള കുറച്ച് പെരിഞ്ജീരകം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അല്ലാഞ്ഞാൽ പിന്നെ 2 കിലോനിക്ക് അത് പോരാ, 100 പെരിഞ്ജീരകമെങ്കിലും വേണം. ഇത് 50ൻ്റെ പാക്കറ്റാണ് കേട്ടോ അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മറ്റേത് ആദ്യം ഞാനാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തത്. അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ മട്ടത്തിൽ അങ്ങനെ പിന്നെ റെഡിയാക്കുകയാണ്. മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിൻ്റെ ശേഷം ഇതൊക്കെയാണ്. പിന്നെ മല്ലി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇതൊക്കെയാണ് കറിവേപ്പിലയും പിന്നെ ഒരു പാക്കറ്റ് പെരിഞ്ജീരകവും ചേർത്ത് കൊടുത്തിട്ട് ഇതൊക്കെയാണ് നല്ലോണം ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു 3-4 മിനിറ്റൊക്കെ, ഒരു 2-3 മിനിറ്റൊക്കെ വറുത്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. ആ ഒരു കറിവേപ്പിലൊക്കെ ഒന്ന് ഇങ്ങോട്ട് മൊരിഞ്ഞ് വരുന്നത് വരെയൊക്കെ ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു 3-4 ട്രിപ്പാക്കിയിട്ടാണ് ഇതാ മല്ലി വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ആവണത് ഇതൊക്കെയാണ് ഒരു ഉണങ്ങിയൊരു ചമ്പട്ടിക്ക് ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടാറാൻ വേണ്ടി ഇതൊക്കെയാണ് ഇടയ്ക്കിടയ്ക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കറിവേപ്പിലൊക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മഞ്ഞളൊക്കെ ഇട്ടുകാണ്ട് മല്ലി വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മല്ലി നല്ലൊരു കളറ് ഇക്കാരം. പിന്നെ ആണെങ്കിൽ പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണമെന്ന് നിർബന്ധമില്ല. അത് മസാല ഇടണ അതിൽ മഞ്ഞൾപ്പൊടി ഇടണമെന്ന് നിർബന്ധമില്ല, നല്ല കളറ് കിട്ടും. അങ്ങനെ ഇതൊക്കെ നമ്മൾ മല്ലിയൊക്കെ കണ്ട് വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാറിയതിൻ്റെ ശേഷം ഇതൊക്കെ നമ്മൾ പിന്നെ കവറിലൊക്കെ ആക്കി ഇതൊക്കെയാണ് മുളകും മഞ്ഞളും പിന്നെ പച്ചരിയും ഒക്കെ ഇതൊക്കെ കവറിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് നമ്മൾ വറുക്കലൊന്നുമില്ല കേട്ടോ, ഒരു ചൂടോട് കൂടി കെട്ടി വെച്ച് ഇതൊക്കെ നേരെ മില്ലിൽ കൊണ്ടുപോയി കൊടുക്കലാണ്. അങ്ങനെ ഏതായാലും പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊടിഞ്ഞിക്ക് പോരണ വഴിക്കൽ നമ്മളവിടുത്തെ മില്ലിലാണ് കേട്ടോ പിന്നെ ഞാൻ പൊടിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാരണം നമ്മൾ റെഡിയാക്കി അന്ന് ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. ഞായറാഴ്ച അവിടെ എൻ്റെ വീട്ടിലവിടെയുള്ള മില്ലുകളൊന്നും തുറക്കൂല കേട്ടോ. അപ്പോൾ ഇവിടെ കൊടിഞ്ഞിയിൽ ഞായറാഴ്ച മില്ല് തുറക്കുന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഞാൻ പിന്നെ ഏതായാലും പോരുന്ന വൈക്കൽ അവിടെ മില്ല് കൊടുത്തുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിക്കാനും വേണ്ടി വന്നിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പൊടിച്ച് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൂക്കി നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഈ കൊല്ലത്തേക്കുള്ള പിന്നെ മുളും മഞ്ഞളും മല്ലിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വർഷം നോക്കിയാൽ മതി കേട്ടോ മുളും മഞ്ഞളും മല്ലിയൊക്കെ. അപ്പം ഞാൻ ഈ ഒരു മല്ലി ഇത് വാങ്ങിച്ച പാടന്നെ ഞാൻ നമ്മൾ മുളും മല്ലിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സാധാ ഉപയോഗിക്കുന്ന പാത്രത്തിലൊക്കെ മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ ടിന്നും കാര്യങ്ങളൊക്കെ ഞാൻ കഴുകി ഉണക്കി റെഡിയാക്കി വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അരി ബക്കറ്റും പിന്നെ ഇത് നല്ല മല്ലിൻ്റെ പാത്രമൊന്നുമല്ല, കാലിയായിട്ടുള്ള എല്ലാ പാത്രങ്ങളും ഞാൻ പിന്നെ ഒക്കെ കഴുകി ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എളുപ്പമായിട്ടാണ് പിന്നെ കൊടുന്ന പാടേനെ ചൂടാറിയ ശേഷം തന്നെ അതൊക്കെ നമുക്ക് ഒക്കെ ബോക്സ് കണ്ട് ടിന്നിക്ക് ആക്കി വെക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നെ മോനാണ് കേട്ടോ ഈ ഒരു ടിന്ന് എടുത്ത് പിന്നെ പുറത്തുനിന്ന് എടുത്ത് അകത്ത് കൊടുന്ന് വെച്ചത്. അപ്പോൾ ഓരോ ടിന്നിൻ്റെ ഉള്ളിലാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ടിന്ന് എവിടെ വെച്ചിട്ട് ഇങ്ങനെ തപ്പി നോക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോന്നിൻ്റെ ഉള്ളിലായിട്ട് അങ്ങനെ വെച്ച് കൊടുത്തുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെയാണ് മസാലയും പിന്നെ പച്ചരിയല്ല പൊടിയും ഒക്കെ ഇതൊക്കെയാണ് ടിന്നിക്ക് ആക്കി കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറന്നു പോകരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് താഴെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ നനച്ചുകുളി വിശേഷങ്ങളും പിന്നെ നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.